ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പൊന്നും കയ്യും തിരിച്ചെത്തിയിട്ടുണ്ട് കൂട്ടുകാരെ. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടായിരുന്നു. പോയി കൂടാൻ വരുന്നു, കൂട്ടാൻ പോയി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ എത്തി. എങ്ങനെ ഉണ്ടായിരുന്നല്ലോ പോയിട്ട്? അടിച്ച് പൊടിച്ചു തോന്നോട്ടെ പോയിട്ട്. ഞാനില്ല വൈബ്. അതിനകത്തോണ്ട് അടിച്ചു പൊടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ പണ്ടാരക്കാലില്ലല്ലോ അടിച്ചു അവനപ്പൊ അങ്ങനെ ചിന്തിച്ചതുകൊണ്ടാട്ടോ അങ്ങനെ പറയുന്ന കേട്ടോ. എനിക്ക് ഞാൻ നിന്നെ കുറിച്ച് തന്നെയായിരുന്നു എല്ലാരോടും പറഞ്ഞോണ്ടിരുന്നത്. ഞാൻ ആദ്യമായിട്ടല്ലേ മാറിയിരിക്കുന്നത്. അതാണ് ഞാൻ ഇങ്ങനെ എന്നെ അന്വേഷിച്ചായിരുന്നോ എന്റെ പൊന്നെ? അവരൊക്കെ പറയോ ഇങ്ങനെ ഒരു അപ്പരാന്തീന്ന് പറഞ്ഞുണ്ടല്ലോ. അപ്പൊ ഇല്ല, കൈ നല്ല രാത്രി ഉറങ്ങിയപ്പം രാവിലെ ഉറങ്ങിയപ്പോ 6 മണിയായി നട്ട് പറഞ്ഞേ. ഞാൻ ഉറങ്ങിയപ്പോൾ 6 മണിയായി. കറക്റ്റ് 6 മണിക്കാണ് ഉറപ്പിച്ച് പറയാനേ 6 മണിയായിരുന്നു. ഞാൻ കറക്റ്റ് 6 മണിക്ക് ഉറങ്ങിയത്. ഞാൻ സിനിമ കണ്ടിട്ട് ഇങ്ങനെ കാണാം കേട്ടോ. ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ പിന്നെ എന്തൊക്കെ ഒപ്പിച്ചെന്ന് പറയാം നിനക്ക്. എന്തേലൊക്കെ ഒപ്പിക്കും, എനിക്കറിയാം. ഞാൻ എന്തേലൊക്കെ ഒപ്പിക്കുന്നു. ഞാൻ കുറെ സംഭവങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ചു. എന്താടാ? അങ്ങോട്ട് നോക്ക്. എന്താ അങ്ങോട്ട് നോക്ക്. ചെമ്പൊക്കെ ഒഴിച്ചു വെച്ചോ? ഇപ്പൊ എന്തൊക്കെ ഒപ്പിച്ചെന്ന് കാണിച്ചു കൊടുക്കാം. നമ്മൾ ഇന്നലെ കണ്ട സംഭവങ്ങൾ കാണിച്ചു കൊടുക്കാം. നോക്കിയേ, ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല, അത് ചത്ത്. എന്റെ പൊന്നു കുഞ്ഞാ, കലണ്ടർ തിരിച്ചിട്ട് നീ കാണുന്നുള്ളൂ, വേറെ കാണുന്നില്ല. എന്റെ ചെടി എടുത്ത് ഇങ്ങോട്ട് നോക്കിയതായി. ഇതാണോ നീ കണ്ടുപിടിച്ചത്? വന്നിട്ട് ക്ലീൻ ആക്കിയോ? എവിടെ? എവിടൊന്നും തോന്നില്ല. തന്നെ മോൺസ്റ്റർ ആയിട്ട് തേച്ചു. മോൺസ്റ്റർ എങ്ങനെയുണ്ട്? ഫുള്ള് തേച്ചു. ഫുള്ള് വെച്ചിട്ട് രാവിലെ തൊട്ട് ക്ലീനിങ് ആയിരുന്നു മൊത്തം. നമ്മൾ ഇന്നലെ കുറെ സാധനങ്ങളൊക്കെ അപ്പുറം ഇപ്പുറൊക്കെ ആക്കി ഇട്ടിട്ടില്ലായിരുന്നു. ഈ സാധനം എല്ലാം മാറ്റിയിട്ട് ഊരിയിട്ട് രാവിലെ എല്ലാം തുടച്ച് പറക്കി വൃത്തിയാക്കി ഇത്രയും വൃത്തിയാക്കിയായിരുന്നു. ഓ അല്ലേ? നീറ്റ് ആയില്ലേ? എങ്ങനെയുണ്ട്? നമ്മളെ ഇന്നലെ രാത്രി വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. നീ മാത്രം അറിയാത്തുള്ളൂ. രാത്രി ചെയ്താ? ഞാൻ വിചാരിച്ച 12:30 ആയിട്ട് ഇവൻ എന്തായിരിക്കും കിടക്കാൻ വരാത്ത, കുളിച്ചിട്ട് പോലും ഇല്ലാന്ന്. ഞാൻ കൊറേ കഴിഞ്ഞിട്ട് കുളിച്ചു. ഞാൻ 1-2 മണിയൊക്കെ ആയിട്ടാ തീർന്ന പണി. അപ്പം ഞാൻ വിളിച്ചപ്പോ ഒരു കള്ള ലക്ഷണം, മേലേക്ക് മാത്രം ആസ്പെറ്റോസ് മാത്രം കാണുന്നത്. വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇത് മാത്രമേ കാണിച്ചു കൊടുക്കുള്ളൂ. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടേ വർത്താനം പറയുള്ളൂ, ഇങ്ങനെ വെക്കുന്നേ ഇല്ല. അപ്പൊ ഞാൻ നോട്ട് ചെയ്തായിരുന്നു അതെന്താ പോലെ അങ്ങനെയെന്ന്. ആണോ? പിന്നെ എനിക്ക് കുറുകന്റെ ബുദ്ധിയല്ലേ. ഹാപ്പി, നന്നായിട്ടുണ്ട്, നല്ല വൃത്തിയായി. അല്ല, നീ കൂടെ ചെയ്യേണ്ട പണിയായിരുന്നു. പണി പറഞ്ഞു കിട്ടിയില്ലേ? എന്തോ എന്തപ്പാ? അത് നെത്രാനാണ് എന്നെ വിളിച്ചേ. വിഷമം വന്നോട്ടല്ലോ. സ്കൈ ഇങ്ങനെ പറയുന്നത് എങ്ങനെയാ? അപ്പ ഇല്ല, അമ്മ ഇല്ല, അപ്പ പോയി, അപ്പ ഇല്ല, ഇല്ല അമ്മ ഇല്ല, അപ്പ ഇല്ല, അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം പറ്റില്ലായിരിക്കും. അതിന് പറഞ്ഞോണ്ടിരുന്നേ അല്ലേ? അവളുടെ ഒരു അപ്പയൊട്ടി എന്നിട്ട് എല്ലാവരും പറയുന്നത് ഞാൻ പഠിപ്പിച്ചു വെച്ചതാണ്. ആണോ? ഇങ്ങനെ പൊക്കണ്ടേ എന്നിട്ട് തോണ്ടുന്നത് ഡൂഡിനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോയതാട്ടോ കുഞ്ഞിച്ചി. ഒരു ഡൂഡും ഇല്ല. ഡൂഡ് സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോയതാ, സ്കൂൾ കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഡൂഡ് വരുമ്പം രണ്ടുപേരുടെയും ഈ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. അമ്പ കണ്ണ് അത് കണ്ണ് മാതിരി, കണ്ണ് അത് പണ്ണ് മാതിരി, അങ്ങനല്ലേ പാട്ട് തീർച്ചു. ഞാൻ കണ്ണു പിടിച്ച് നോക്കിയിരിക്കുക പപ്പറൊക്കെ നോക്കിട്ട്. അങ്ങനെയാണോ? ഇതിനുള്ളിലേക്ക് റീസ് കയ്യ്. ഓ അതാ അവിടെ പൊരിഞ്ഞ വാരില്ലാട്ടോ. വാരാൻ സമയപ്പോഴേക്കും എല്ലാരും കൂടെ കുത്തിന്ന് പൊരിഞ്ഞ വാരില്ല. എന്റെ കുഞ്ഞാ, ഇന്നലെ നീ ഈ സമയത്ത് അവിടെ ആയിരുന്നില്ലേ? എന്തോ പോലെ ഇവിടെ ഒച്ചപ്പാടൊന്നും എന്തോ പോലെ. എന്ത് പറഞ്ഞേ? എന്ത് രസമായിരുന്നോ ഇവിടെ പറഞ്ഞോ? എന്ത് രസമായിരുന്നു അവിടെ, എന്ത് രസമായിരുന്നു അവിടെ. എന്റെ രസം രസമില്ലാന്ന്
ഇവളുണ്ടല്ലോ, ഇവളെ ട്രൂ ലവർ അല്ല എന്നെ പോലെ. ചിരിക്കല്ലേ ചാടിപ്പോവും പല്ലൊക്കെ. അതല്ല, നീ ഭയങ്കര ട്രൂ ലവറാന്ന്. എനിക്കത് കേട്ടോട്ട് ചിരി വന്നിട്ടോ. ചിരിക്കുന്നതിനാ സത്യല്ലേ പറഞ്ഞേ? ട്രൂ ലവർ അല്ലേ പിന്നെ? ഒന്ന് പോയ വാടൊന്ന് എന്താ ട്രൂ ലവർ. സാധാരണ എല്ലാവരും തേഞ്ഞു കരഞ്ഞു ഒരുക്കി മെഴുകി നടക്കും. പിന്നെ അത് നമ്മള് ഉണ്ടല്ലോ, സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ അല്ലേ? അത്ര ടൈം വേസ്റ്റ് ചെയ്യാനും ഇല്ല. നമ്മൾ അത്ര മെന്റലി അത്ര കപ്പാസിറ്റി ഉള്ളതാണ്. അതെ, ഈ വീഡിയോ കാണുന്ന ചില ആൾക്കാർക്ക് അങ്ങനെ കപ്പാസിറ്റി ഉണ്ടാവും. കപ്പാസിറ്റി ഉള്ളവരും കമ്പനി കേട്ടോ. കപ്പാസിറ്റി, യെസ് ഐ ഹാവ് കപ്പാസിറ്റി കമ്പനി. ഞാൻ എന്താ പറയുന്നറിയോ, അവിടെ കസിൻസും എല്ലാവരും ഇല്ലേ, ചേച്ചിമാരും ചേട്ടന്മാരും പിള്ളേരും ഊഞ്ഞാലും. പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോ അപ്പോഴാണ് ഒരു ചാമ്പോ, അപ്പോഴാണ് ഒരു ട്രൂ ലവർ. അങ്ങനെയല്ല കേട്ടോ, ഭയങ്കര രസമല്ല. രണ്ടും വ്യത്യാസമല്ലേടാ. മനസ്സിലാവുന്നുണ്ട് മോളെ. എപ്പോഴും ഇവിടെ നിൽക്കുമ്പോ ഒരു വെറൈറ്റിക്ക് മാറുമ്പോ വെറൈറ്റിക്കൊക്കെയാണ് കുഞ്ഞു മാറുന്നേ. അല്ല, ഞാൻ എന്താണെന്നറിയാ, ഇവന് എന്റെ വില അറിയില്ല. അതാണ് സംഭവം. പെൺകുട്ടികൾക്ക് ധാരണയുണ്ട്. നിങ്ങൾ പോകുമ്പോഴേക്കും നമുക്ക് ഭയങ്കര വിലയാവും, ഭയങ്കര സങ്കടാവും. അവനൊരു പാഠം പഠിക്കട്ടെ അങ്ങനത്തെ ഒക്കെ. അപ്പത്തെ ഞാൻ ആ സമയം കൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ 2 സീരീസും കൂടെ കണ്ടു. ഞാൻ സമ്മതിക്കത്തില്ലല്ലോ, രാത്രി കിടക്കും പോച്ചോറങ്ങുമെന്ന് പറഞ്ഞ് ഞാൻ ഞെട്ടിക്കവനെ. ട്രൂ ലവ് ചെയ്യാനുള്ള പ്രായമായിട്ടില്ല. അതാ പ്രായമാവാണ്ടാണല്ലോ ഞാൻ നിന്നോട് നിന്റെ പറയുന്നില്ല. കൊപ്ര വരിയിട്, കൊപ്ര വാങ്ങി വരി ഏറ് തന്നുണ്ടല്ലോ. പിള്ളേരുടെ കയ്യിൽ കൊറേ വരുന്നുണ്ടല്ലോ. ഞാൻ കൊറേ കാര്യട്ടോ പിള്ളേര് കണ്ട് അരച്ചാക്ക് വാരി. ഇവിടെ ഇത്ര ആയിട്ട് നോക്കിയേ, എന്നിട്ട് അവത്തിലേക്ക് വാരിടാൻ പറഞ്ഞതാ. ഒരു കുഞ്ഞി കയ്യാട്ടോ, അതിനകത്ത് ഒരു കൊപ്ര കഷ്ടേ ഉള്ളൂ. കാണിച്ച് കൈ കാണിച്ച് നോക്കിയോ, കൈ വെക്കും നോക്കിയോ, കൈ കാണിക്ക്, നിന്റെ കൈ കാണിക്ക് നോക്കിയോ. കണ്ടോ, ഇത് കണ്ടോ കുഞ്ഞ. ആ നല്ലോണം ചോറുണ്ട്, കൈ എല്ലാവട്ടെ, കൈപ്പറ്റി കൊത്തി കൊപ്ര എടുത്ത് തിന്നോ പിണ്ണാക്കായിട്ട്. കോമഡി ഇത് എല്ലാവർക്കും ചിരി വന്നില്ലേ? വീഡിയോ നോക്കാൻ പറയുമ്പോ എല്ലാവർക്കും ചിരി വന്നില്ലേ? ടോപ്പ് കോമഡി ആട്ടോ പഞ്ഞു അടിച്ചേ. പന്നിന്ന് പറയരുത് കേട്ടോ, അത് ഞങ്ങൾ പന്നി പറയാൻ പാടില്ല. ഡുണ്ടാ, സ്കൂളിൽ പോയിട്ട് എങ്ങനെ നീ വിശേഷം പറ. ഓ എന്റെ പൊന്ന്, സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോയതാ കേട്ടോ. ആ സ്കൂളിൽ കാണാൻ പോയതാ. സ്കൂളിൽ വിടും. ഓ ഭയങ്കര പണിയാണ് രണ്ടുപേരുടെ. സൂപ്പർ നോക്കി കേട്ടോ കുഞ്ഞാ. ഇന്നലെ പൊന്നൂരായിട്ട് ഇന്നലത്തെ ഈ സമയം ഭയങ്കര നൊമ്പരായിരുന്നു എനിക്ക്. ഇന്ന് ഈ സമയമായപ്പോ എനിക്ക് എന്ത് ഹാപ്പിയാന്ന് നോക്കിയേ. അല്ലേ അമ്മേ, ഇന്നലെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നില്ലേ? എപ്പോഴും വിഷമല്ലേ? ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി അല്ലേ? എന്റെ സന്തോഷത്തിന് പിന്നിൽ ആരുടെ രഹസ്യം മമ്മി? നിനക്ക് തന്നെ അറിയത്തില്ല. നിന്റെ സന്തോഷത്തിന്റെ പിന്നില് രഹസ്യം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊന്നു, അല്ലാണ്ട് പിന്നെ ആരാ? മമ്മിക്ക് അറിയോ നോക്കണ്ടേ? അപ്പൊ അറിയാൻ കൊച്ചു കേളിക്ക്. ഫോൺ എടുക്കൂല. എന്തൊക്കെ ടാക്ടിക് സംഭവം ഇടുന്നറിയോ? എന്ത് ടാക്ടിക് ഇട്ടു? ഞാൻ ഒരു ടാക്ടിക് ഇട്ടിട്ടില്ല. എന്ത് ടാക്ടിക്? ഞാൻ വിളിച്ചിട്ട്, ഞാൻ എന്തോ തവണ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തേ. ഞാനപ്പോ തേച്ചോണ്ടിരിക്കുക ഭിത്തി. നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഭിത്തി ഞാൻ ചെളിയൊക്കെ ഇട്ട് പൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് മാറ്റി ഓൺകൂട്ടാ, ഓൺകൂട്ടം കയറിയിരിക്കും, ഞാൻ ഉന്തി തരാം. സന്തോഷത്തിന് പിന്നില് മോൾക്കൂട്ടനാന്ന് പറയാത്തോണ്ടേ. എന്തോ ആലോചിക്കുക. കുറെ പേര് പറയുന്നുണ്ടായിരുന്നു മമ്മീനെ കാണുന്നില്ല, മമ്മീനെ കാണുന്നില്ല എന്ന്. ഇതാ കണ്ടോ, കണ്ണ് നിറയെ കണ്ടോ മോൾക്കൂട്ടൻ. വരുന്നു. ഇതെന്താ എന്താക്കിയത്?
എന്തെന്ന് ദൈവമേ വെള്ളത്തിൽ കളിയായിരുന്നു കേട്ടോ സ്കൈ. അവിടെ ടാപ്പ് തുറന്നിട്ട് അവിടെ കളിയായിരുന്നു. എന്തെന്ന പരിപാടി കാണിച്ചു സ്കൈ? ഇവിടെ ആരെ തുറക്കാൻ പഠിപ്പിച്ചത്? നടച്ചു വെച്ചേ. വിട് 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 വിട്. ഇത് ടൈറ്റ് ആക്കി വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ വെള്ളത്തിൽ കളിയായിരിക്കും എപ്പോഴും. അടച്ചു അടച്ചു. അപ്പൊ അടച്ചു കൂട്ടാ. അത്ര ശക്തി വെച്ചോ. അടച്ചു കേട്ടോ. ബാ 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 ഉണ്ടാ. അതിന് നീ തുറന്നു കൊടുക്കാൻ നിനക്ക് സ്കൈ ബാ. അങ്ങനെ സമയം ഇപ്പൊ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. എന്റെ മുടിയുടെ ഹെയർ സ്റ്റൈൽ ഒക്കെ എങ്ങനെയുണ്ട്? സ്പൈക്ക് ചെയ്തിട്ടുണ്ടോ ഞാൻ? അല്ലേ നല്ല സ്റ്റൈൽ. ആ സൂപ്പർ. കോരിമിട്ടായി രണ്ടുപേരുടെ കേട്ടോ. എന്റെ അമ്പോ സ്കൈ സ്കൈ ഇന്നലെ അപ്പനായിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഇവള് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ പറയാൻ കാണിച്ചു കൊടുക്കുക. സൂപ്പർ എന്ന് പറയാൻ കാണിച്ചു കൊടുക്കുക. എടി പോടി അവിടുന്ന്. എന്റെ കുത്തല്ലേ നീ തന്നെ ഇരുന്ന് മുളയ്ക്കൂല അത്. എന്ത് മുട്ടായ? ഇത് കഷ്ടപ്പെടുന്നതിനാണ് തിന്നുന്നേ. അത് ചച്ചിക്കാട്ട്. ഭർത്താവാണോ നല്ലത് ഭാര്യയാണോ നല്ലത്? ഏതാ നല്ലത്? ഏതോടാ നല്ലത്? ഭർത്താവ്. അടി എന്റെ മോനെ. സ്കൈ ഭാര്യയല്ലേ നല്ലത്? ഇല്ല പറ. ഹലോ, ഞാൻ വിളിച്ചായിരുന്നു വന്നപ്പോ. അവിടുന്ന് വിളിച്ചു നോക്കുന്നതിന്റെ കണ്ടു കണ്ടോ? പൊന്നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു നോക്കുന്ന കേട്ടോ. വിശേഷം ചോദിക്കുന്നയാ. അങ്ങനെ സമയം രാത്രി കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പൊന്നു നാണ്ടെ സെറ്റായിരിപ്പുണ്ട് അവിടെ. അയ്യോ ഞാൻ ഏത് ചിരിക്കുന്നേ? പൊന്നും കുളി കഴിഞ്ഞ് സെറ്റായിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നലത്തെ രാത്രി പോലെ ഇന്നത്തെ രാത്രി. ഇന്നലെ രാത്രി ഞാൻ ഭയങ്കര സങ്കടമായിരുന്നോ? നീ സങ്കടമല്ലേ? ചായയോ? ഇന്നത്തെ രാത്രി പോലെ അല്ല ഇന്നത്തെ രാത്രി. ഇന്നത്തെ രാത്രി പോലെ ആയിരിക്കില്ല കൂട്ടുകാർ നാളത്തെ രാത്രി. എങ്ങനെയുണ്ടായി? അപ്പൊ അത്ര കൂടെ എന്ത് വീഡിയോ മറ്റേ നാളെ കാണാം. ചിരി നോക്ക്. നൈസ് അല്ലേ?